ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാനാണ് പോകുന്നത്. ഇതിനു മുമ്പ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അതിൽ ഞാൻ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിടുമായിരുന്നു. അതിലൊരു മെയിനായിട്ടുള്ളൊരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ റീച്ചായിരുന്നു. ആ ടോപ്പിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏകാന്തത ഒരു ഏകാഗ്രത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് എൻ്റെ ടോപ്പിക്. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തോ ഒരു വിമ്മിഷ്ടം പോലെയും നമുക്ക് ആരെയും കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആരെയും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സാമൂഹ്യ ജീവികളായതുകൊണ്ട് തന്നെയും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകാന്തത ഒരു തലവേദന പിടിച്ച കാര്യമാണ്. പക്ഷേ ഈ ഏകാന്തതയിൽ നിന്നും നമുക്ക് കോൺസെൻട്രേഷൻ എടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതിയെ വീക്ഷിക്കാൻ പറ്റും. ഈ മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഞാൻ പലതവണ ഒറ്റയ്ക്കിരുന്ന് ശാന്തമായ പ്ലേസിലിരുന്ന് എന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ വീക്ഷിക്കാൻ പറ്റിയൊരവസരമാണ് ഏകാന്തത. അങ്ങനെ നിങ്ങൾക്ക് ഏകാഗ്രതയിലോട്ട് പോകാൻ പറ്റും. ഏകാഗ്രത എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോൺസെൻട്രേഷൻ കിട്ടാൻ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് യോഗ തന്നെയാണ്. യോഗ വേണ്ട, യോഗയിൽ മെഡിറ്റേഷനാണ് വേണ്ടത്. അങ്ങനെ കുറച്ച് നേരം ധ്യാനിച്ചിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. നമ്മൾ ആരാന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരാൻ ആരംഭിക്കും. നമ്മുടെ തെറ്റെന്താണ് അത് തിരുത്താനുള്ളൊരു അവസരം കൂടിയാണത്. അപ്പം നിങ്ങളും മറക്കാതെ എന്നും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, ആരുടെയും ശല്യമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ പഠനത്തിൽ വരെ നിങ്ങൾക്ക് മികവിക്കാൻ പറ്റും. ജോലിയിലുള്ള മികവും ഇതോടെ കിട്ടുന്നതായിരിക്കും. ഓക്കേ.